സൗഹൃദ വായനക്കൂട്ടത്തിന് തുടക്കം കുറിച്ചു. പുസ്തകപ്പുരയുടെ നൂതന സംരംഭമാണ് വായനക്കൂട്ടം. കൊടുങ്ങല്ലൂർ മേത്തലയിലെ സൗഹൃദ റെസിഡൻഷ്യൽ കോളനിയിലെ 40ഓളം വരുന്ന കുട്ടികൾക്കാണ് വായനശാല തുടങ്ങുന്നത്. വായനയിൽ താൽപ്പര്യമുള്ള 2-3 കുട്ടികളുടെ വീടുകളിലാണ് പുസ്തകങ്ങൾ സൂക്ഷിക്കുക. പുസ്തകങ്ങൾക്കു നമ്പറിടുക, പുസ്തകങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക, വിതരണ രജിസ്റ്റർ സൂക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾ തന്നെ ചെയ്യണം. മാസത്തിൽ 1-2 തവണ യോഗം ചേർന്ന് വായനക്കുറിപ്പുകൾ, സ്വന്തം കഥ, കവിതകൾ അവതരിപ്പിക്കുക, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക ഇവയും ചെയ്യാം. മുതിർന്നവർ നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി ഒപ്പമുണ്ടാകണം. പിറന്നാൾ തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകുക. സംസാരിച്ചു. അതുപോലെ അധ്യക്ഷനും ഉദ്ഘാടകനും ഒക്കെ സംസാരിച്ചത് ഈ പുസ്തകവുമായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അധ്യക്ഷൻ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രസംഗം തുടങ്ങിയത്. അറിവ് എന്ന് പറയുന്ന ഒരു വാക്ക് ശ്രീനാരായണ ഗുരു ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ്. ഗ്രാമപ്രകാശ മാഷ് തുടങ്ങുന്നത്. അതിനുശേഷം കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരി നമ്മളെ വേട്ടയാടി. ആ സമയങ്ങളിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ സഹോദരങ്ങളെ തേടി ഞങ്ങൾ പുസ്തകങ്ങളുമായി അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് പോയി. അവർക്ക് ഞങ്ങൾ പുസ്തകങ്ങൾ കൊടുത്തു. ആ സമയം നമുക്കറിയാം, 8, 10, 15, 20 ദിവസം ഒറ്റയ്ക്കൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന അവർക്ക് വായനയല്ലാതെ നമുക്ക് മറ്റെന്താണ് കൊടുക്കാൻ കഴിയുക? TV ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയാം, പക്ഷെ എല്ലാ ക്വാറന്റൈൻ ക്യാമ്പുകളിലും TV-കൾ ഉണ്ടായിരുന്നില്ല. അത്തരം സമയങ്ങളിൽ ആ മനുഷ്യരെ കണ്ടുപിടിച്ച്, ആ സഹോദരിമാരെ കണ്ടുപിടിച്ച് അവരെ ഹൃദയത്തെ അറിവ് എന്ന് പറയുന്നത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ബാല്യകാല സഖിയായാലും ഇന്ദുപ്പാപ്പൊക്കെ ആന ഉണ്ടായിരുന്നു എന്ന കൃതിയായാലും പാത്തുമ്മയുടെ ആടായാലും ഇങ്ങനെ കൃതികളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവയെല്ലാം വായനശാലയ്ക്ക് മുതൽക്കൂട്ടാകും. വായന ഒരു ലഹരിയാക്കി മാറ്റലാണ് ലക്ഷ്യം. നിങ്ങൾ ഒരു റെസിഡൻഷ്യൽ കോളനി താമസക്കാരനാണെങ്കിൽ അവിടെയും തുടങ്ങാം. ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്ന കൂട്ടുകാർക്ക് ഈ ആശയം കൈമാറാം. സഹായം വേണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. ഡോക്ടർ NR ഗ്രാമപ്രകാശ്, ചെയർമാൻ, പുസ്തകപ്പുര. ഫോൺ 9995431033.